കണ്ണൂരിലെ ഇരിട്ടിക്ക് സമീപം വന്യജീവി ആക്രമണത്തിൽ 4 പശുക്കൾ ചത്തു. കടുവയാണ് ആക്രമിച്ചതെന്നാണ് സംശയം. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. അജീഷ്, യഥാർത്ഥത്തിൽ ജനവാസ മേഖലയ്ക്ക് അടുത്താണോ ഇങ്ങനെ സംഭവം ഉണ്ടായത്? ആ ജനവാസ മേഖലയ്ക്ക് അടുത്ത് തന്നെയാണ് ഇതിന് തൊട്ടടുത്താണ് കർണാടക വനാതിർത്തി ഉള്ളത്. അതുകൊണ്ട് ഈ കർണാടക വനാതിർത്തിയിൽ നിന്ന് കടുവ ഇറങ്ങിയതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും വന്യജീവി ഇറങ്ങിയതാകാം എന്നുള്ളൊരു സംശയത്തിലാണ് നിലവിൽ നാട്ടുകാരുള്ളത്. ഇന്ന് പുലർച്ചെയാണ് ഇങ്ങനെ ഈ പശുക്കളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ വനം വകുപ്പും അവിടുത്തെ നാട്ടുകാരും പ്രാദേശിക ജനപ്രതിനിധികളും ഒപ്പം തന്നെ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടുത്തെ പുല്ലോട്ടുകുന്നിൽ രാകേഷ് എന്ന ആളുടെ പശുക്കളെയാണ് ഈ അജ്ഞാത ജീവി കൊലപ്പെടുത്തിയത്. ഈ രാകേഷിന്റെ പശു ഫാമിൽ വളർത്തിയിരുന്ന പശുക്കളെയാണിത്. ഇത് കടുവ എന്നാണ് നിലവിൽ സംശയിക്കുന്നത്. നേരത്തെ തന്നെ ഈ മേഖലയിൽ കടുവയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ കടുവയെ കണ്ടവർ നാട്ടുകാരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതും കടുവയാകാമെന്നുള്ളൊരു സംശയത്തിൽ എത്തി നിൽക്കുന്നത്. എന്തായാലും വനംവകുപ്പ് ഇപ്പോൾ അവിടെ പരിശോധന നടത്തുന്നുണ്ട്, നിരീക്ഷണം നടത്തുന്നുണ്ട്. നിലവിൽ ഈ സമീപത്ത് CCTV ക്യാമറയൊന്നും സ്ഥാപിച്ചിട്ടില്ലാത്തതിനാൽ ഇത് ഏത് ജീവിയാണ് ആക്രമിച്ചതെന്നുള്ളൊരു ഉറപ്പ് വനംവകുപ്പിനും കിട്ടുന്നില്ല. അതുകൊണ്ട് അവിടെ നിരീക്ഷണം നടത്താനാണ് വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഇരിട്ടി പാലത്തിൻകടവിലാണ് ഈ സംഭവം ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.